ശരി എന്നാ. ആ തങ്കം. ഓ ആ അത് പറഞ്ഞേക്കല്ലേ. അതെ ഞങ്ങളുടെ ഓഫീസിലെ റാണിയുടെ വീട്ടിൽ നാളെന്തോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് 50 ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഓ അപ്പൊ ക്ലീറ്റസിനെ വിളിച്ച് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഏറ്റു. അവൻ വരുമ്പോ പറഞ്ഞേക്കിട്ടാ. നേരത്തെ പറഞ്ഞിട്ടില്ല? ഇല്ല, ഇന്നല്ലേ ഏറ്റത്. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. എന്നാലും നീ കൂടി ഒന്ന് പറഞ്ഞേക്കിട്ടോ. ആ അതിനെ കൊടുക്കണം പറ്റില്ലെങ്കിൽ പറയണം. അപ്പൊ 50 എണ്ണോ? 50 വേണം കേട്ടാ. പറഞ്ഞേക്കാം. ശരി ശരി എന്നാ. ഇതെന്താ പരിപാടിയോ? ബിരിയാണി ചെമ്പാനല്ല. ഹലോ, ഇതെന്താ സംഭവം? ബിരിയാണി എന്തിന്? അല്ല, നമ്മൾ ഈ കാറ്ററിംഗ് പരിപാടി നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ അന്നൊന്ന് ബാക്കി വരുന്ന ഫുഡ് പാവപ്പെട്ട ആൾക്കാർക്ക് ഓർഫനേജിലേക്ക് കൊണ്ടെത്തിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ക്ലീറ്റോ ചേട്ടൻ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാണ്, വാട്സപ്പ് ഗ്രൂപ്പ്. ഈ പാവപ്പെട്ടവർക്ക് പുള്ളി തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫുഡ് ബാക്കി വന്നു, ഈ ബിരിയാണിയെ. അപ്പോൾ പുള്ളീനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. അപ്പം നേരിട്ടൊന്ന് കൊണ്ടെത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുള്ളിനെ ഒന്ന് പറഞ്ഞിരിക്കണ കേട്ടാ. അപ്പൊ എല്ലാ ദിവസവും ക്ലീറ്റസിന് കൊടുക്കണ്ടായത്? ആ പുള്ളിക്കാനെ വിടും. പുള്ളി പാവപ്പെട്ടവർക്ക് നേരിട്ട് കൊണ്ടെത്തിച്ച് വലിയൊരു കാര്യമല്ലേ ചേട്ടാ. അപ്പോൾ പുള്ളിനെ ഒന്ന് പറഞ്ഞിരിക്കണ കേട്ടാ. ശരി ശരി. അത് ബിരിയാണി. എന്താ സംഗതി? അതെ, അവരൊരു കാറ്ററിംഗുകാരാണ്. അവർ ഈ ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ, കല്യാണം അതുപോലെയൊക്കെയുള്ള പരിപാടികൾ. അപ്പോൾ അതിൽ അവർ വെക്കുന്ന ബിരിയാണിയിൽ ബാക്കി വരുന്ന ബിരിയാണിയെ അവർ ഈ അനാഥാലയങ്ങൾക്ക് പിന്നെ വൃദ്ധസദനങ്ങൾക്കൊക്കെ എത്ര കൊടുക്കണത്. അപ്പോൾ ഇവപ്പം എന്താ ചെയ്യണം അറിയോ ക്ലീറ്റോ? അതുപോലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഈ അനാഥാലയങ്ങൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഈ ബിരിയാണി മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം പൊതികളാക്കിയിട്ട് ആളുകൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാണ്. അയ്യോ, തെണ്ടി തിന്നാൻ പാടില്ല ഇവനൊക്കെ. കാരണം നീ ആ റാണിനെ വിളിച്ചിട്ട് ഒഴിവ് പറഞ്ഞ അല്ലെ നമ്മെ നാറും. ശരിയത്. റാണി, ആ അതെ, നാളത്തെ മറ്റേ ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലേ? ആ അത് ഇവിടെ ക്ലീറ്റസിന് ശരിയാവില്ല. അത് അവൾക്ക് ഭയങ്കര തിരക്കാ. ആ നീ ഒരു കാര്യം ചെയ്തോ, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ കേട്ടാ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. ഉണ്ടല്ലോ എന്റെ ഫാസിലേ, നിനക്ക് ഭയങ്കര വെയിറ്റ് ബാക്കി കേട്ടോ. ഇന്ന് സൂപ്പർ ബിരിയാണി, സ്പെഷ്യൽ തലശ്ശേരി തിരുവനന്തപുരം മിക്സ് ബിരിയാണി. എൻ്റെ അളിയാ സാധനം വണ്ടി കൊണ്ട് അവിടെ ഇറക്കി ടപ്പട്ടപ്പട്ടപ്പേന്ന് വിറ്റ് തീർന്ന് വാങ്ങാൻ വന്നിട്ട് കിട്ടാതെ പോയവരുടെ വിഷമം കാണണമായിരുന്നു. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, നാളെ വന്നോ, എല്ലാവർക്കും ആവശ്യം തരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിന്റെ കരണക്കുറ്റി നോക്കിയിട്ട് ഒറ്റ പെടേനെ പടക്കേന് വേണ്ടത്. പക്ഷെ നിന്നെ തല്ലിയ ഞാൻ നാറും. എന്തിന്? എടാ നിന്നെ വെട്ടിമൂടാനുള്ള ബിരിയാണി ഇവിടെ വന്ന് കിടപ്പുണ്ട്. നാണമില്ലടാ നിനക്കിങ്ങനെ ഇരുന്ന് തിന്നാൻ. Versus Alien.